വ്യത്യസ്ത കാലയളവുകളിൽ കാണാതായ 5 സ്ത്രീകൾ. അവരുടെ എല്ലാം ജീവനെടുത്തതെന്ന് സംശയിക്കപ്പെടുന്ന വൃദ്ധൻ. ദുരൂഹതയുണർത്തുന്ന വീട്ടുപറമ്പും മറ്റ് സാഹചര്യങ്ങളും. ചേർത്തലയിലെ സെബാസ്റ്റ്യനെ പോലെ സമീപകാലത്ത് കേരള പോലീസിനെ വലച്ച മറ്റൊരാളുണ്ടാകില്ല. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടങ്ങളിലെല്ലാം പിടിച്ചുനിന്ന സെബാസ്റ്റ്യന്റെ ചെറുത്തുനിൽപ്പ് ഒടുവിൽ അവസാനിക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലറിനെതിരെ ജയനമ്മ കൊലക്കേസിന് പുറമെ ബിന്ദു പത്മനാഭൻ കേസിലും നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആരെയും അമ്പരപ്പിക്കുന്നതാണ് സെബാസ്റ്റ്യന്റെ കൊലപാതക രീതികളെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പള്ളിപ്പുറത്തെ വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചെറു കഷ്ണമാക്കി കുഴിച്ചിടും. 2 മാസത്തിനു ശേഷം കുഴികൾ തുറന്ന് അഴുകിയ മൃതദേഹങ്ങളുടെ എല്ലുകൾ പുറത്തെടുക്കും. അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയോ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ ചെയ്യും. കൊലപാതകങ്ങൾ നടത്തിയതിൽ പ്രതിക്ക് ഒരു മനസ്താപവുമില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ബിന്ദു തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ സുപ്രധാന മൊഴി. ബിന്ദുവിനെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മൃതദേഹാവശിഷ്ടങ്ങൾ തണ്ണീർമുക്കം ബണ്ടിന് സമീപത്ത് ഉപേക്ഷിച്ചെന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പള്ളിപ്പുറത്തെ പുരയിടത്തിലും തണ്ണീർമുക്കം ബണ്ടിന് സമീപവും സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് നമുക്ക് നൽകാനുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സെബാസ്റ്റ്യന്റെ ഈ വീട്ടിലാണ് ഇത്തരത്തിൽ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയിട്ടുള്ളത്. ഈ സ്ത്രീകളെല്ലാം തന്നെ ക്രൂരമായി കൊലപ്പെടുത്തി അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്തു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ കേസിലെ അന്വേഷണ സംഘമാണ് ഇവിടെ ഈ വീട്ടിലേക്ക് എത്തി അത്തരത്തിൽ ഉള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയതെല്ലാം ക്രൂരമായി ആണ് എന്നുള്ളതാണ്. അതായത് മൃതദേഹങ്ങൾ വളരെ അടുപ്പം സെബാസ്റ്റ്യനോട് വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ്. ബിന്ദു പത്മനാഭനാണെങ്കിലും ജയനമ്മയാണെങ്കിലും ജയനമ്മയെ തലക്കടിച്ചും ബിന്ദു പത്മനാഭനെ കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷം മൃതദേഹത്തിലെ രക്തം കട്ടയാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഈ വീടിനകത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മുറിയിൽ ഇട്ട് ആണ് ഈ മൃതദേഹം വെട്ടി അയാൾ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ 1 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഇവിടെയുള്ളത്. ആ ഭൂമിയിൽ പലയിടങ്ങളിലായി ചെറു കുഴികൾ കുഴിച്ച് അതിൽ ആണ് ഈ ഡിസ്പോസ് ചെയ്യുന്നത്. ഈ ഡിസ്പോസൽ കഴിഞ്ഞ ഒരു 2-3 മാസം ഇത് അഴുകാനുള്ള സമയം കണക്കിലെടുത്തുകൊണ്ട് ഈ മൃതദേഹങ്ങൾ പുറത്തേക്കെടുക്കുകയും പുറത്തേക്കെടുക്കുന്ന മൃതദേഹങ്ങൾ പിന്നീട് അയാൾ ആ എല്ലുകൾ ഉൾപ്പെടെ കത്തിച്ച് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ പലരുടേതാകാം എന്നുള്ള നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ പിടിക്കപ്പെടുമെന്നുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു നമ്മളോട് സ്ഥിരീകരിച്ചു. നിർണായകമായ ഒരു ഘട്ടത്തിലല്ലേ ഇത് നിൽക്കുന്നത്? അതെ, എന്തായാലും പിടിക്കപ്പെടും. രാവിലെ മുതൽ നടന്ന തെളിവെടുപ്പ് വൈകിട്ട് വരെ നീളുന്നതായിരുന്നു. പലയിടങ്ങളിലായാണ് തെളിവെടുപ്പ് നടന്നത്. ആദ്യം പള്ളിപ്പുറത്തെ ഈ വീട്ടിലെത്തിച്ചു. പിന്നീട് തണ്ണീർമുക്കം ബണ്ട് കേന്ദ്രീകരിച്ചു. അതായത് തണ്ണീർമുക്കം ബണ്ടിലും ബിന്ദുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള മൊഴി പോലീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ തണ്ണീർമുക്കം ബണ്ടിലും സെബാസ്റ്റ്യനെ എത്തിച്ച് പരിശോധന നടത്തി. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് CI ഹേമന്ത് സ്ഥിരീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ബിന്ദു പത്മനാഭനെ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് സെബാസ്റ്റ്യൻ കൊല ചെയ്ത് അത് പിന്നീട് ആ മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്തത് എന്നത് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചു. ഇവിടെ അയാൾ സെബാസ്റ്റ്യൻ്റെ കൺവെൻഷൻ പ്രകാരം അയാൾ ബിന്ദു പത്മനാഭൻ്റെ ബോഡി കത്തിച്ചിട്ട് അതിൻ്റെ കുറേ റിമനൻസ് കുറേ പാർട്സ് ആ ഭാഗത്തായിരുന്നു. അന്ന് ഇവിടെ ഒരു തടമായിരുന്നു, മൺതിട്ട റോഡായിരുന്നു. അയാൾക്ക് എന്നിട്ടൊരു കാറുണ്ട്. ആ കാറിൽ കൊണ്ടുവന്ന് അയാളുടെ കുടുംബത്തിലേക്ക് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നാണ്
അയാൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറ്റവും നിർണായകമായ കേസ്, പള്ളിപ്പുറം കേന്ദ്രീകരിച്ച് ന്യൂസ് 18 ഇത്രയും ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന കേസിലെ ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു ഇന്നത്തേത്. കാരണം ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇതുവരെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന ഘട്ടത്തിൽ അതൊരു മിസ്സിംഗ് കേസ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസ് ഒരു കൊലപാതക കേസായി മാറിയിരിക്കുന്നു. കൊലപാതക കേസിനപ്പുറത്തേക്ക് അത് എങ്ങനെ ഈ സ്ത്രീകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും സെബാസ്റ്റ്യൻ എന്ന സൈക്കോ മെന്റാലിറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സീരിയൽ കില്ലറിന്റെ പശ്ചാത്തലം എന്താണെന്ന് കൂടി വിവരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സംഘം അതിൽ ഹിപ്നോട്ടിസം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുമ്പോഴും അതിൽ പോലും വഴങ്ങാത്ത, കണ്ണടയ്ക്കാൻ പറയുമ്പോൾ കൈ ഉപയോഗിച്ച് കണ്ണടച്ചുകൊണ്ട് തുടയിൽ തട്ടി താൻ പറയാൻ പാടില്ല എന്ന മാനസികാവസ്ഥയിൽ തയ്യാറാക്കുന്ന വളരെ അധികം കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സീരിയൽ സൈക്കോ കില്ലറിൻ്റെ കേസിൻ്റെ വർഷങ്ങളായി അടഞ്ഞു കിടന്ന ഒരു കേസിൻ്റെ പുതിയ അധ്യായമാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃശൂർ കണിമംഗലത്ത് മോഷണ ശ്രമത്തിനിടെ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ. ഒന്നാം പ്രതി ഒല്ലൂർ സ്വദേശി മനോജിന് 19 വർഷം തടവും രണ്ടാം പ്രതി കണിമംഗലം വേലപ്പറമ്പിൽ ജോർജിന്റെ ഭാര്യ ഷൈനിക്ക് 14 വർഷം തടവുമാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഇതിനു പുറമെ പ്രതികൾ പിഴയും ഒടുക്കണം. 11 വർഷം മുൻപാണ് കണിമംഗലത്തെ കൈതക്കോടൻ വീട്ടിൽ വിൻസെന്റ് കൊല്ലപ്പെട്ടത്. നവംബർ 19 ബന്ധുവീട്ടിൽ വിരുന്ന് കഴിഞ്ഞ് കണിമംഗലത്തെ വീട്ടിലെത്തിയ വിൻസെന്റിനെയും ഭാര്യ ലില്ലിയെയും മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇരുവരെയും കെട്ടിയിട്ട് 12 പവൻ കവർന്നു. അലമാരയിലുണ്ടായിരുന്ന 35,000 രൂപയും മോഷ്ടാക്കൾ അപഹരിച്ചു. അയൽവാസിയായ കണിമംഗലം വേലപ്പറമ്പിൽ ജോർജിന്റെ ഭാര്യ ഷൈനിയാണ് കത്തിയുമായി ഓടിവന്ന് കെട്ടറുത്ത് ഇരുവരെയും മോചിപ്പിച്ചത്. രണ്ടുപേരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിൻസെന്റ് ചികിത്സയിലിരിക്കെ മരിച്ചു. വിൻസെന്റിന്റെ വായ ഒട്ടിക്കാനായി ഉപയോഗിച്ച പ്ലാസ്റ്ററിലെ സ്റ്റിക്കറായിരുന്നു പ്രതികളിലേക്കുള്ള തുമ്പ്. കടയിൽ അന്വേഷിച്ചപ്പോൾ മനോജാണ് അത് വാങ്ങിയതെന്ന് വ്യക്തമായി. മനോജിൽ നിന്ന് ഷൈനിയിലേക്കും മകനിലേക്കും അന്വേഷണമെത്തി. ഷൈനിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത മകനെയും മകന്റെ പ്രായപൂർത്തിയാകാത്ത സുഹൃത്തിനെയും തന്റെ അടുപ്പക്കാരനായ മനോജിനെയുമാണ് ഷൈനി കവർച്ചയ്ക്ക് ഉപയോഗിച്ചത്. കേസിൽ ഷൈനിയുടെ മകനെ ജുവൈനൽ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. മകന്റെ കൂട്ടുകാരനെ കേസിൽ മാപ്പുസാക്ഷിയാക്കി. മനോജിന് വിവിധ വകുപ്പുകളിലായി 19 കൊല്ലം തടവ് ശിക്ഷയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. മനോജ് 1,70,000 രൂപ പിഴയൊടുക്കണം. ഷൈനിക്ക് 14 കൊല്ലം തടവ് ശിക്ഷ വിധിച്ച കോടതി 1,55,000 രൂപ പിഴയടയ്ക്കാനും ഉത്തരവിട്ടു. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിൽ നിന്ന് 1,00,000 രൂപ വീതം മരിച്ച വിൻസെന്റിന്റെ കുടുംബത്തിന് കൈമാറാനും ഉത്തരവിലുണ്ട്. കുറ്റക്കാരെ ശിക്ഷയാണ്, അവർക്ക് ശിക്ഷ കൊടുത്തതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്കതിൽ നേട്ടമൊന്നുമില്ല. എൻ്റെ ഭർത്താവ് പോയത് തന്നെയാണ്. എന്നാലും അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം സാർ നിവർത്തിച്ചു തന്നു. അതിൽ സന്തോഷമുണ്ട്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എന്നെ തന്നെയാക്കി എൻ്റെ ഭർത്താവ് പോയത്. എൻ്റെ ജീവിതം പൊന്നെ പോയി. അതിൽ പിന്നെ എനിക്ക് എന്ത് ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. വിധിയറിഞ്ഞ് വികാരധീനരായായിരുന്നു വിൻസെന്റിന്റെ ബന്ധുക്കളുടെ പ്രതികരണം. ന്യൂസ് 18 തൃശൂർ. ആലപ്പുഴ കായംകുളത്ത് 4.5 വയസ്സുകാരനെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ച് അമ്മയുടെ കൊടും ക്രൂരത. കായംകുളം കണ്ടലൂർ പുതിയ വിളയിലാണ് സംഭവമുണ്ടായത്. കുട്ടി വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിൽ അമ്മയെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു.
കായംകുളം പുതിയവിള സ്വദേശിയായ യുവതിയാണ് 4.5 വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനോട് കൊടും ക്രൂരത കാണിച്ചത്. കുട്ടി മലമൂത്ര വിസർജനം നടത്തിയതിന്റെ പ്രതികാരമായാണ് യുവതി ചട്ടകം പഴിപ്പിച്ച് പിൻഭാഗത്തും തുടയിലുമായി 4 തവണ വെച്ചതെന്ന് പോലീസ് പറയുന്നു. ശേഷം അമ്മ തന്നെയാണ് കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതും. പാചകം ചെയ്യുന്നതിനിടെ കുട്ടി ചപ്പാത്തിക്കല്ലിൽ വന്നിരുന്നു എന്നായിരുന്നു അമ്മ ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ സംശയം തോന്നിയ ഡോക്ടർ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പോലീസിലും അറിയിച്ചു. തുടർന്ന് കനകക്കുന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അമ്മ തന്നെയാണ് ക്രൂരത കാണിച്ചതെന്ന് വ്യക്തമായത്. കുട്ടിയുടെ പിതാവിന്റെ അമ്മയാണ് കനകക്കുന്ന് പോലീസിൽ പരാതി നൽകിയത്. യൂട്യൂബ് വീഡിയോകൾ ചിത്രീകരിക്കുന്നതിനിടയിൽ ശല്യപ്പെടുത്തിയാൽ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുവെന്നും വാർഡ് മെമ്പർ പറയുന്നു. ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിന്റെ അകത്തിൽ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിന്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത്. അത് 2 ചന്തിയും ഒരു കാലിന്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിന്റെ മുറയ്ക്ക് പോവുകയാണ്. നിലവിൽ കുട്ടിയുടെയും പിതൃമാതാവിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. കനകക്കുന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയെ പലതവണ മാതാവ് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പിതൃമാതാവ് CWCക്കും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ പിതാവ് സൈനിക ഉദ്യോഗസ്ഥനാണ്. അമ്മയ്ക്കും പിതൃമാതാവിനും ഒപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ അറസ്റ്റിൽ. പാലക്കാട് നിന്നാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. ദേവേന്ദുവിനെ കൊന്നത് ശ്രീധുവിന്റെ അറിവോടെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതോടെയാണ് പോലീസ് നടപടി. ശ്രീധുവിനെ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാറിനെയും ശ്രീധുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ജനുവരി 30 പുലർച്ചെയാണ് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഹരികുമാറിനെ വിശദമായി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ താൻ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഏതാനും നാളുകൾക്ക് ശേഷം ഈ മൊഴി ഇയാൾ മാറ്റിപ്പറയുകയും അമ്മയാണ്, അതായത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവാണ് കൊലപാതകം നടത്തിയത്, തന്നെ ഇതിൽ പെടുത്തുകയായിരുന്നുവെന്ന് മൊഴി മാറ്റുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇരുവരുടെയും, അതായത് ശ്രീധുവിൻ്റെയും സഹോദരനും കുഞ്ഞിൻ്റെ അമ്മാവനുമായ ഹരികുമാറിൻ്റെയും ഫോൺ വിവരങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ ഫോറൻസിക് പരിശോധനയിലാണ് ഇരുവരുടെയും ഡിലീറ്റായ വാട്സാപ്പ് ചാറ്റുകളടക്കം അന്വേഷണ സംഘം വീണ്ടെടുത്തത്. അങ്ങനെയാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ദേവേന്ദുവിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നു എന്നത് ഉറപ്പിക്കുന്നത്. അതിൽ ശ്രീധുവിന് കൃത്യമായ പങ്കുണ്ട് എന്നുകൂടി ഈ ചാറ്റുകളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് നിന്ന് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ആദ്യം ഹരികുമാറിന് ശ്രീധുവിനോടുണ്ടായിരുന്ന വഴിവിട്ട അടുപ്പത്തിന് ഈ കുഞ്ഞ് തടസ്സമാകുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് ഹരികുമാർ. അതുകൊണ്ട് തന്നെ ഹരികുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീധു ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണം കണ്ടെത്താൻ വിശദമായി ശ്രീധുവിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ കേസിൽ ഈ കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കൊല്ലാനിടയായ കാരണത്തിന്റെ ദുരൂഹത മാറുമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരം
ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഒക്ടോബർ 3-ന് ശിക്ഷ വിധിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കൊല്ലം സ്വദേശിയാണ് പ്രതി കബീർ എന്ന് വിളിക്കുന്ന ഹസൻകുട്ടി. ചാക്കയിൽ മാതാപിതാക്കൾക്കൊപ്പം ടെന്റിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. കുട്ടി കരഞ്ഞപ്പോൾ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ബ്രഹ്മോസിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംഭവത്തിന് ശേഷം ഹസൻകുട്ടി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. പഴനിയിലെത്തി തലമുണ്ടനം ചെയ്ത് രൂപമാറ്റം വരുത്തി. ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകളാണ് കേസിൽ നിർണായകമായത്. കുട്ടിയുടെ മുടി ഹസൻകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഇത് കോടതിയിലും നിർണായക തെളിവായി മാറി. 41 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. നേരത്തെയും കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിൽ പ്രതിയാണ് ഹസൻകുട്ടി. ഹൈടെക് രീതിയിൽ കോപ്പിയടിച്ച യുവാവ് പോലീസ് പിടിയിൽ. ബട്ടൺ ക്യാമറ ഉപയോഗിച്ച് കോപ്പിയടിച്ച പെരളശ്ശേരി സ്വദേശി NP മുഹമ്മദ് സഹദിനെയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ PSC വിജിലൻസ് സംഘം പിടികൂടിയത്. പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇറങ്ങിയോടിയ ഉദ്യോഗാർത്ഥിയെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചയോടെയായിരുന്നു സംഭവം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നതിനിടെ സംശയം തോന്നിയ PSC വിജിലൻസ് സംഘം രഹസ്യമായി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ടൗൺ CI ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്ന് ബട്ടൺ ക്യാമറയും പെൻഡ്രൈവും ഇയർഫോണും കണ്ടെടുത്തത്. പോലീസിനെ കണ്ടിറങ്ങിയോടാൻ ശ്രമിച്ച സഹദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സഹദ് നേരത്തെയും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വിവരം. ഓഗസ്റ്റ് 30 നടന്ന മറ്റൊരു PSC പരീക്ഷയിലും ഇയാൾ കോപ്പിയടി നടത്തിയതായുള്ള സംശയം നേരത്തെ വിജിലൻസ് സംഘത്തിനുണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായത്. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കോപ്പിയടിക്കുന്നതിനായി പുറത്തു നിന്നുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. വെർച്വൽ അറസ്റ്റിലൂടെ എറണാകുളം കളമശ്ശേരി സ്വദേശിയുടെ 1 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ജസീൽ, നീലേശ്വരം സ്വദേശി TK മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പരാതിക്കാരൻ പാകിസ്ഥാന്റെ ISIക്ക് ചോർത്തിക്കൊടുത്തുവെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ജൂൺ 13-നാണ് കളമശ്ശേരി സ്വദേശിയുടെ വാട്സപ്പിൽ രജിത് കുമാർ എന്നയാൾ ലക്നൌ പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തത്. ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പാകിസ്ഥാന്റെ ISIക്ക് ചോർത്തിക്കൊടുക്കുന്നതിന് പരാതിക്കാരൻ ആസിഫ് ഹൌജി എന്നയാളുടെ കയ്യിൽ നിന്നും 55 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയെന്നായിരുന്നു സന്ദേശം. നിരപരാധിത്വം തെളിയിക്കുന്നതിന് പരാതിക്കാരന്റെ അക്കൌണ്ടിൽ നിന്നും മുഹമ്മദ് ജസീൽ എന്നയാളുടെ കർണാടകയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് 1.05 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. പിന്നീട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ കളമശ്ശേരി സ്വദേശി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കളമശ്ശേരി പോലീസുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ജസീൽ, നീലേശ്വരം സ്വദേശി TK മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ATM വഴി ഇവർ 9,000 രൂപ പിൻവലിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
കൊച്ചി. സ്കൂളിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് അധ്യാപകർക്ക് എത്ര കാലം കഴിഞ്ഞാലും പ്രത്യേക സ്നേഹവും കരുതലുമൊക്കെയുണ്ട്. ഈ സ്നേഹം മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നവരും ഇല്ലാതില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കി അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ യുവാവും ഭാര്യയും മലപ്പുറത്ത് അറസ്റ്റിലായി. ചെറിയമുണ്ടം തലക്കടത്തൂരിലെ ഫിറോസ്, ഭാര്യ റംലത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. താനൂർ സബ് ജില്ലയിലെ തലക്കടത്തൂർ സ്കൂളിലെ അധ്യാപികയായ നെടുവ സ്വദേശിനിയുടെ സ്വർണവും പണവുമാണ് ഇവർ തട്ടിയെടുത്തത്. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപികയെ ശിഷ്യൻ തട്ടിപ്പിനിരയാക്കിയത്. 27.5 ലക്ഷം രൂപയും 21 പവൻ സ്വർണവും കൈക്കലാക്കി മുങ്ങിയ ശിഷ്യനെയും ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കടത്തൂർ സ്വദേശി നീലിയത്ത് വേർക്കൽ ഫിറോസ്, ഭാര്യ റംലത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തലക്കടത്തൂർ സ്കൂളിൽ 1988 മുതൽ 90 വരെ ഫിറോസിനെ പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ് തട്ടിപ്പിനിരയായത്. വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ഫിറോസ് പരിചയം പുതുക്കിയത്. പിന്നീട് സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാണ് അധ്യാപികയുടെ വിശ്വാസം പിടിച്ചുപറ്റിയത്. ആദ്യം 1 ലക്ഷം രൂപ വാങ്ങി 4000 രൂപ ലാഭം നൽകി. പിന്നാലെ 3 ലക്ഷം വാങ്ങി 12,000 രൂപ മാസം തോറും നൽകി. ഇങ്ങനെ വിശ്വാസം നേടിക്കൊണ്ടിരുന്ന പ്രതി തവണകളായി 27.5 ലക്ഷം രൂപയും 21 പവൻ സ്വർണവും കൈക്കലാക്കി മുങ്ങുകയായിരുന്നു. പിന്നീട് മാസങ്ങളായി ലാഭവിഹിതം ലഭിക്കാതെയായി. ഫിറോസിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയി. ഇതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ അധ്യാപിക പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കർണാടകയിൽ നിന്നാണ് പ്രതിയെ പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത്. ഇയാൾ കർണാടകയിൽ ആഡംബര ജീവിതം നയിച്ചിരുന്നതായി പോലീസ് പറയുന്നു. അധ്യാപികയിൽ നിന്ന് പണം വാങ്ങാൻ ഫിറോസിനൊപ്പം പോയ ഭാര്യ റംലത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ഫിറോസിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇവർ സമാന രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 തിരൂർ. ഓപ്പറേഷൻ നുംകോർ പരിശോധനയുടെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം കസ്റ്റംസ് കണ്ടെത്തി. കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ നിസാൻ പട്രോൾ കാർ കസ്റ്റംസ് കണ്ടെത്തിയത്. രേഖകളിൽ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി എന്നാണുള്ളത്. അതേസമയം ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ 2 ലാൻഡ് റോവർ വാഹനങ്ങളും 2 നിസാൻ പട്രോൾ വാഹനങ്ങളുമാണ് കസ്റ്റംസിന്റെ സംശയ നിഴലിൽ ഉള്ളത്. ഇതിൽ ഒരു ലാൻഡ് റോവർ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. 2 നിസാൻ പട്രോൾ കാറുകളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം വാങ്ങിയത് എന്നാണ് രേഖ. രേഖകളിൽ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി എന്നാണുള്ളത്. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകോറിൽ വാഹനം പിടിച്ചെടുത്ത നടപടി ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പട്രോൾ വാഹനവും കണ്ടെത്തിയത്. അതേസമയം ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടി. ഇതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ കത്ത് നൽകി. വാഹനങ്ങളുടെ നമ്പറുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. മുഴുവൻ വാഹനങ്ങളും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കസ്റ്റംസ് പോലീസിന്റെ സഹായം തേടിയത്. കേരളത്തിൽ 200ഓളം വാഹനങ്ങൾ വിറ്റതായി വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പിടികൂടിയത് 38 വാഹനങ്ങൾ മാത്രമാണ്. 100ഓളം വാഹനങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ്. കസ്റ്റംസിന്റെ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ കൂടി സഹായം തേടിയത്. സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംശയിക്കപ്പെടുന്ന വാഹനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് കടത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന കർശനമാക്കാനും നിർദ്ദേശം നൽകി.
ഇടപാടിലെ ഇടനിലക്കാരെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക തെളിവ് ലഭിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തിനെതിരെ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി. മാഹിൻ അൻസാരിയിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ വാഹനം ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് ഇറക്കിയതാണെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച് ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി. ശാന്തൻപാറ പേതൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പേത്തൊട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായാണ് പരാതി. വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിക്കമ്പ് ഉപയോഗിച്ചടിച്ചു. മർദ്ദിച്ചവര് രാജേഷ്, അമ്പാടി, അർജുൻ എന്ന് പറഞ്ഞ ഈ 3 ആളുകളാണ്. ഇവർ നിലവിൽ പേത്തൊട്ടി ഭാഗത്ത് തടിവെട്ടും മണൽ വാരലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ മണൽ വാരുന്നതും തടി വെട്ടുന്നതും ഫോറസ്റ്റുകാർ പിടിക്കുന്നതും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് 6 മാസമായിട്ട് നിലവിൽ എന്നെ നോക്കി വെച്ചിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. മേഖലയിലെ CHR ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ വിനീഷ് ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി. CPM നേതാവ് KJ ഷൈനിന്റെ പരാതിയിലെടുത്ത കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചെന്ന വിമർശനമുയർന്നതോടെ വെട്ടിലായിരിക്കുകയാണ് പോലീസ്. KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ കോടതി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ അന്വേഷണ സംഘം യോഗം വിളിച്ച് കേസിന്റെ പുരോഗതി വിലയിരുത്തി. സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ട് പോകേണ്ടെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി തുടർ നടപടികളെന്നുമുള്ള വിലയിരുത്തലിലാണ് ഉദ്യോഗസ്ഥർ. പ്രതികളുടെ പോസ്റ്റുകളിൽ KJ ഷൈനെതിരെ അശ്ലീല കമന്റുകളിട്ട 5 പേരുടെ ഫോൺ പിടിച്ചെടുത്തു. സൈബർ അധിക്ഷേപത്തിനെതിരെ പറവൂരിലെ CPM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ മിന്നൽ വേഗത്തിലുള്ള പോലീസ് നടപടികൾ തുടക്കം മുതലേ പഴികേട്ടിരുന്നു. അതിനിടെയാണ് ഷൈന്റെ രണ്ടാമത്തെ പരാതിയിൽ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത നടപടി പാളിയതായും വിമർശനമുയരുന്നത്. അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഷാജഹാന് ജാമ്യം നൽകിയത്. ജാമ്യം കിട്ടാത്ത വകുപ്പ് എന്തിനിട്ടുവെന്നും ഷാജഹാന്റെ വീഡിയോയിലെ ലൈംഗിക ചുവയുള്ള വാക്ക് എന്താണെന്നും കോടതി ചോദിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ടു പോകുമ്പോൾ നിയമത്തിന്റെ ബാലപാഠങ്ങളെങ്കിലും പോലീസ് ഓർക്കേണ്ടേ എന്നാണ് ഉയരുന്ന ചോദ്യം. ഇതോടെയാണ് KJ ഷൈന്റെ പരാതി അന്വേഷിക്കുന്ന പോലീസ് സംഘം ഓൺലൈനായി യോഗം ചേർന്നത്. തിടുക്കപ്പെട്ടും സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ടു പോകേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ തുടർ നടപടികളുണ്ടാകില്ല. കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റെജിക്കെതിരെയും KJ ഷൈൻ പരാതി നൽകിയിരുന്നു. ഇതിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോകാനാണ് നീക്കം. മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. ഡിവൈഎസ്പി 2 ദിവസം അവധിയിലായതിനാൽ ആലുവ ഡിവൈഎസ്പിക്കാണ് കേസിന്റെ ചുമതല. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയടക്കം അടുത്ത ദിവസം പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഷൈനെതിരായ ആരോപണങ്ങളിൽ പ്രതികളുടെ വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റിട്ടവരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. 5 പേരുടെ മൊബൈൽ ഫോണുകളാണ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പറമ്പിൽ ബസാർ മല്ലിശ്ശേരി താഴത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം.
25 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. 2 ദിവസം മുൻപ് വീടടച്ചിട്ട് വീട്ടുകാർ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നപ്പോഴാണ് മോഷണം നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് പോലൂർ അച്ചോത്തിപ്പുഴയിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം വീട് പൂട്ടി പുറത്തുപോയ സമയം ടെറസിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്നാണ് മോഷണം നടത്തിയത്. വാച്ചും മാലയും മോതിരവും കമ്മലും ഉൾപ്പെടെ 22 പവൻ സ്വർണം കവർന്നതായി വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാർ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി 2 ദിവസം മുൻപാണ് പോയത്. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. വീടിനുള്ളിലെ മുറികൾ പൂട്ടിയിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നും സൂചനയുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ചേവായൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം പാങ്ങോട് വീട്ടിൽ നിന്ന് 10 പവൻ മോഷണം പോയ സംഭവത്തിൽ അടുത്ത ബന്ധുവായ യുവതി 2.5 മാസത്തിന് ശേഷം അറസ്റ്റിൽ. ഭരതന്നൂർ നിഖിൽ ഭവനിൽ നീതുവാണ് അറസ്റ്റിലായത്. സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി. പോലീസ് തന്ത്രപൂർവ്വമാണ് നീതുവിനെ വലയിലാക്കിയത്. ഭരതന്നൂർ കാവുവിളയിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ജൂണിലാണ് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുന്നത്. ഇവിടെ വിവാഹം കഴിച്ചെത്തിയ യുവതിയുടെ നെക്ലേസ് അടക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടമായത്. ജൂണിൽ ഏകദേശം 25 ദിവസത്തോളം ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ സമയം വീട്ടിൽ മുത്തശ്ശി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. യുവതി മടങ്ങിയെത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 8-ന് പാങ്ങോട് സ്റ്റേഷനിൽ പരാതി നൽകി. മുൻപും ഈ വീട്ടിൽ നിന്ന് വീട്ടമ്മയുടെ വളയും മോതിരവും മോഷണം പോയിരുന്നു. മറ്റെവിടെയോ നഷ്ടപ്പെട്ടുവെന്ന് കരുതി അന്ന് പരാതി നൽകിയിരുന്നില്ല. ഇതിനിടയിൽ നീതുവിന്റെ ആർഭാട ജീവിതത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് 3 തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെങ്കിലും നീതു കുറ്റം സമ്മതിച്ചില്ല. മോഷ്ടിച്ച ആഭരണങ്ങളിൽ ചിലത് പ്രതി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു. പിന്നീട് ഇവിടെ എത്തി പണയത്തിലുള്ള ആഭരണങ്ങൾ വിറ്റു. ഈ സമയം പണയ സ്ഥാപനത്തിലെ ജീവനക്കാർ ആഭരണങ്ങളുടെ ചിത്രമെടുക്കുകയും യുവതിയുടെ ഇടപെടലിൽ സംശയം തോന്നിയതിനാൽ ചിത്രം പോലീസിന് കൈമാറുകയും ചെയ്തു. ചിത്രം പരിശോധിച്ച പരാതിക്കാരി തന്റെ മാലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ തന്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നെന്ന് കാണിച്ച് നീതു ഒരു ബന്ധുവിനൊപ്പം പാങ്ങോട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. ഈ സമയം പോലീസ് തെളിവുകൾ നിരത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പാങ്ങോട് SHO ജെ ജിനേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വെഞ്ഞാറമ്മൂട്. പ്രാർത്ഥനയും നേർച്ചയും നടത്തണമെന്ന പേരിൽ സ്വർണം കവർന്ന സംഘം ഇടുക്കി തൊടുപുഴയിൽ പിടിയിൽ. 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 66-കാരിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലാണ് പ്രതികൾ കുടുങ്ങിയത്. പപ്പടം, ലോഷൻ, കത്തി തുടങ്ങിയ സാധനങ്ങൾ വിൽക്കാനെന്ന പേരിൽ വീടുകളിൽ കയറിയിറങ്ങും. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച സ്വർണം കവരും. ഇതാണ് കരിമണ്ണൂരിൽ പിടിയിലായ പ്രതികളുടെ തട്ടിപ്പിന്റെ രീതി. തൊടുപുഴ പാറക്കടവ് സ്വദേശികളായ ബിജീഷ്,
ഷാജിദ, സുലോചനയുടെ മകൾ അഞ്ജു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കരിമണ്ണൂർ സ്വദേശിയായ വത്സലയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് പ്രതികൾ സ്വർണം കവർന്നത്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാക്കാൻ സ്വർണം നേർച്ചയായി നൽകി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വത്സലയിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് കവർന്നത്. തൊടുപുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ വിജീഷാണെന്ന് കണ്ടെത്തിയത്. വിജീഷിനെ ചോദ്യം ചെയ്തതോടെ മറ്റുള്ളവരും പിടിയിലായി. ഏകദേശം 8.5 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം തട്ടിയെടുത്ത കാര്യത്തിലേക്കാണ് ഈ 4 പ്രതികളെ നമ്മൾ വിജീഷ്, സുലോചന, അഞ്ജു, ഷാജിദ എന്ന് പറയുന്ന 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സമാനമായ കേസ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഏറ്റുമാനൂരുള്ളതുമായിട്ട് നമുക്ക് വെളിവായിട്ടുണ്ട്. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ നമ്മൾ അന്വേഷിച്ചു വരികയാണ്. കോട്ടയം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കോട്ടയത്തെ കേസിൽ വാദം തുടങ്ങാനിരിക്കെയാണ് പ്രതികൾ വീണ്ടും വലയിലായത്. മറ്റ് സ്ഥലങ്ങളിൽ കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ്. ന്യൂസ് 18 ഇടുക്കി. മൂവാറ്റുപുഴയിൽ കാവിലെ മോഷണത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതി പിടിയിൽ. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിഷ്ണു മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത്. നവരാത്രി ആഘോഷങ്ങൾക്കായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകളാണ് പ്രതി കവർന്നത്. മറ്റൊരു മോഷണ കേസിൽ ജയിലിലായിരുന്ന ഇയാൾ ഒരാഴ്ച മുൻപാണ് പുറത്തിറങ്ങിയത്. മൂവാറ്റുപുഴക്കാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകളാണ് മോഷണം പോയത്. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിഷ്ണു മണ്ഡലിനെ മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പകൽ മുഴുവൻ മുറിയിൽ കിടന്നുറങ്ങുന്ന പ്രതി അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞാണ് മോഷണം നടത്തി വന്നിരുന്നത്. കീച്ചേരിപ്പടി, ചാലിക്കടവ്, മൂവാറ്റുപുഴക്കാവിന്റെ പരിസരം എന്നിവിടങ്ങളിലെ 25ഓളം ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. നമ്മുടെ കാവിൽ നിന്നും മോഷണം പോയ സാധനങ്ങൾ, ആ മോഷ്ടിച്ച പ്രതിയെ പോലീസ് ഇത്രയും പെട്ടെന്ന് പിടികൂടിയതിൽ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു യോഗം നടക്കും. അതുപോലെ തന്നെ ആ യോഗത്തിൽ വെച്ച് ഈ അന്വേഷണം ഈ പ്രതിയിൽ നിർത്താതെ ഇത്തരം മോഷണ മുതലുകൾ കൈപ്പറ്റുന്ന, അതൊരു സുവർണാവസരമായി കണ്ട് അത് വാങ്ങിക്കുന്ന ഒരു മാഫിയ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാവും. മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാവും. അത്തരം ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തണം. ഇത് ഇയാൾ ആർക്കാണ് കൊടുത്തത്, അത് സ്ഥിരമായി ഇത്തരം മോഷണ മുതലുകൾ വാങ്ങുന്ന ആളുകളുണ്ടാവും, അവരിലേക്ക് എത്തണം. അവരെ പ്രതി ചേർത്തുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങണം. അങ്ങനെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു നിർദ്ദേശവും അഭ്യർത്ഥനയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം ആ യോഗത്തിൽ പാസ്സാക്കും. മൂവാറ്റുപുഴക്കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ നിന്നാണ് കേബിളുകൾ മോഷണം പോയത്. വിദഗ്ധമായാണ് പ്രതി കേബിളുകൾ മുറിച്ചു മാറ്റിയത്. 140 മീറ്ററോളം കേബിൾ നഷ്ടപ്പെട്ടിരുന്നു. ഇതിന് 40,000-ഓളം രൂപ വില വരും. മൂവാറ്റുപുഴ BSNL കെട്ടിടത്തിലെ വില കൂടിയ ചെമ്പുവയറുകൾ മോഷ്ടിച്ചതിനും മറ്റൊരു സമാന മോഷണ കേസിലും ജയിലിൽ കിടന്ന ഒരാഴ്ച മുൻപാണ് പ്രതി ബിഷ്ണു മണ്ഡൽ പുറത്തിറങ്ങിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മൂവാറ്റുപുഴ. പാലക്കാട് പട്ടാമ്പിയിൽ അനധികൃത മണൽ മണ്ണുകടത്ത് പിടികൂടി. പട്ടാമ്പി താലൂക്ക് റവന്യൂ സംഘമാണ് മണൽ കടത്ത് പിടിച്ചത്. വിളയൂർ, പരുതൂർ, പെരുമുടിയൂർ, ഞാങ്ങാട്ടിരി എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലോറിയും JCBയും ഉൾപ്പെടെ 5 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പരുതൂർ വില്ലേജ് പരിധിയിൽ നിന്നും പാസില്ലാതെ കരിങ്കല്ല് കയറ്റി പോവുകയായിരുന്ന ടോറസ് ലോറി പിടികൂടി. പെരുമുടിയൂർ ഭാഗത്ത് അനധികൃതമായി മണ്ണ് ഖനനം ചെയ്ത് കടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു JCBയും ഒരു ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. ഞാങ്ങാട്ടിരി കടവ് ഭാഗത്തു നിന്ന് അനധികൃതമായി പുഴമണൽ കടത്താൻ ശ്രമിച്ച നിസാൻ ടിപ്പർ ലോറിയും കസ്റ്റഡിയിലെടുത്തു.
വിളയൂർ, പരതൂർ, പേരുമുടിയൂർ, ഞാങ്ങാട്ടിരി എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ലോറിയും JCBയും ഉൾപ്പെടെ ആകെ 5 വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PR മോഹനൻ, ബൈജു RS, താലൂക്ക്, വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാരായ നിഖിൽ, വിഷ്ണു, മാർക്ക് ഏംഗൽസ്, സെബാസ്റ്റ്യൻ, അമൽദേവ്, സെബാസ്റ്റ്യൻ ജിൽബി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. അനധികൃത ഖനനത്തിനെതിരെ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ലഹരി ഉപയോഗിച്ച ശേഷം ആക്രമണങ്ങൾ നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇടുക്കി അടിമാലിയിൽ മദ്യലഹരിയിൽ യുവാവ് പരാക്രമം കാട്ടിയത് നിരവധി പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ദേശീയപാത 85-ൽ വാഹനങ്ങൾ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ ചാറ്റുപാറ ഭാഗത്ത് കലുങ്കിലിടിച്ച് തകർന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയവരുടെ നേരെ ഇയാൾ അസഭ്യവർഷം നടത്തി. ഓടിക്കൂടിയ വയോധികനടക്കമുള്ള പ്രദേശവാസികളെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപം കൊണ്ടതോടെ അടിമാലി പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാൾക്ക് കാര്യമായ പരിക്കില്ല. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് ആവശ്യം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.